താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെയെല്ലൊക്കെ ചെറുതായിട്ടൊക്കെ നട്ട് നനച്ചൊക്കെ ഉണ്ടാക്കുമ്പം ദൈവം നമുക്ക് ഇതുപോലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരുവേ. അപ്പം ഇത് കണ്ട ഞാൻ ചെടിയൊക്കെ നട്ടതിൻ്റെ ഇടയിൽ തന്നെ കിളിർത്ത് വന്ന ഒരു കുമ്പളമാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ചെടിയുടെ പുല്ലൊക്കെ പറിക്കുന്ന സമയത്ത് ഇത് കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു അത് ഇവിടെ പടർത്താനുള്ള സ്ഥലമൊന്നുമില്ല, ഇവിടുന്ന് പറിച്ച് കളയാം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ദൈവമായിട്ട് നമുക്ക് ചെയ്ത് തന്നതാണ്, അപ്പോൾ അത് അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചേ. അപ്പോൾ അത് അവിടുന്ന് എന്താ പറയണ്ടേ പടർന്ന് കയറി. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നമ്മുടെ തുണിയൊക്കെ അലക്കി വിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഴവള്ളി കെട്ടിയിട്ടുണ്ടായിരുന്നേ, ആ ഒരു അഴവള്ളിയിലോട്ട് പടർന്ന് കയറി. അപ്പോൾ അതിനൊരു വള്ളി തൂങ്ങിപ്പോകാതെ ഞാനൊരു കമ്പ് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്പ് വഴി നമ്മുടെ അഴവള്ളിയെ കയറിയിട്ട് ഇത് കണ്ടോ കുമ്പളങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുമ്പളത്തിൻ്റെ വിത്ത് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഉള്ളത് ഇത്തിരി വലിപ്പം വെക്കുന്ന ടൈപ്പ് കുമ്പളങ്ങയുടെയാണ്. ഇത് കുഞ്ഞു കുമ്പളം, ഒത്തിരി വലിപ്പം വെക്കാത്ത ചെറിയ ടൈപ്പ് കുമ്പളങ്ങയാണ്. ഇപ്പം നെയ്ക്കുമ്പളങ്ങ എന്ന് പറയല്ലേ, ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രം ഇച്ചിരി മൂത്തിട്ടുണ്ട് കേട്ടോ, അതിന് ഇത്തിരി ചാരം ചൂടിയൊക്കെ വന്നിട്ടുണ്ട്. മറ്റേതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം അത് നിലത്ത് മുട്ടിപ്പോയി ഒരെണ്ണം. ബാക്കിയൊക്കെ ഇതുണ്ട്. ഞാൻ ഈച്ചയുടെ ശല്യമുണ്ട് ഇവിടെ, അത് കാരണം ഇങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറിട്ട് മൂടി വെച്ചതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈച്ച കുത്താതെയൊക്കെ നമുക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് കവറിട്ട് എല്ലാം ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് എന്താ ദൈവമായിട്ട് നമുക്ക് അധികം അധ്വാനങ്ങളൊന്നുമില്ല, പരിചരണങ്ങളൊന്നുമില്ലാതെ നമുക്ക് തന്ന കുമ്പളങ്ങയാണിത്. അപ്പോൾ ഒരു വള്ളിയെ കൂടെ കയറി പോയിട്ടാണെങ്കിലും പിന്നെ ഒരു സൈഡിൽ നമ്മുടെ ഒരു ആത്തയുണ്ടായിരുന്നു, ഒരു സൈഡ് നമ്മുടെ ആത്തയിലോട്ട് കയറിപ്പോയി, ഒരു സൈഡ് നമ്മുടെ ഒരു തെങ്ങയിലോട്ടായിരുന്നു കെട്ടിയത്, അത് ആ തെങ്ങയിലോട്ടും കയറിപ്പോയി. അപ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ ഞാൻ ഇലയൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇലയൊക്കെ പറിച്ച് തോരൻ വെക്കുമായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഇത് പടർന്നപ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത്, ഇത് പന്തലിടാനൊന്നുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഇലയാണെങ്കിലും നമുക്ക് പറിച്ച് തോരൻ വെക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് അങ്ങനെ നിർത്തിയത്. പക്ഷേ ഇത് കണ്ടോ, ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ അയവള്ളി, അതുവഴി രണ്ട് ഭാഗത്തോട്ടും പോയിട്ടുണ്ട്. ഒന്ന് തെങ്ങിൻ്റെ അങ്ങോട്ടും ഒന്ന് നമ്മുടെ ആത്തയിലോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എന്താണ് കുമ്പളങ്ങയുടെ വെയിറ്റ് കാരണം നമ്മുടെ വള്ളി ഇങ്ങനെ ഒരു വശത്തോട്ട് തൂങ്ങിപ്പോയിട്ടുണ്ട്. ഉണ്ടോ, ഇത് പോകുന്നതിനനുസരിച്ച് നമുക്ക് പടർന്നു പോയിട്ടുണ്ട് നമ്മുടെ വള്ളി വഴിയെ. എന്നിട്ട് പോകുന്നിടത്തൊക്കെ ഇങ്ങനെ കായ ഉണ്ടാകുന്നുമുണ്ട്. അപ്പം നമ്മൾ സാധാരണയൊക്കെയാണെങ്കിലും മത്തനും കുമ്പളമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മളിതിന് കൃത്രിമ പരാഗണമൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരാറില്ലേ. ഇതിൽ പെൺപൂവ് ഉണ്ടാവും, ആൺപൂവ് ഉണ്ടാവില്ല. അതോ പെൺപൂവ് ഉണ്ടായാലൊക്കെ പൊഴിഞ്ഞൊക്കെ പോകുമ്പോൾ നമ്മൾ കൃത്രിമ പരാഗണം ചെയ്ത് കൊടുക്കേണ്ടിയൊക്കെ വരില്ലേ. ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പെൺപൂവൊക്കെ ഉണ്ടാവും, അതുപോലെ ആൺപൂവ് ഉണ്ടായി, അതെല്ലാം തന്നെ ഇതുപോലെ പൊഴിഞ്ഞു പോകാതെയൊക്കെ നമ്മുടെ കായ ആയിട്ടുമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ആത്തയിലോട്ട് കയറിയതാണ്, അവിടെ ഇതുപോലെ കണ്ട കായ ഉണ്ടായത്, അതൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഇട്ട് കൊടുത്താണ് ഈച്ച കുത്താതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആത്തയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി അങ്ങനെ അത് കയറിപ്പോയി ഇഷ്ടം പോലെ കഴിച്ചോളൂ കേട്ടോ. ഇനി താഴെ നമ്മൾ ഇതിൻ്റെ ചുവട് ഇതുപോലെ ഇലയൊക്കെ ഉണങ്ങിപ്പോയാലും അതിൻ്റെ തണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഒരുപാട് വളമൊന്നും, ഇനി വളപ്രയോഗം കാര്യമായിട്ടൊന്നുമില്ല, നനച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ മാത്രമേ ചെയ്യാറുള്ളൂ. എങ്കിലും ഇത്രയും നമുക്ക് കുമ്പളങ്ങ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മുറ്റത്ത് ഇത്രയും കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്ത് എടുത്ത് വെക്കണം. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കുമ്പളങ്ങയാണ് നമുക്ക് ഇനി ഒരുപാട് കായ്ക്കുന്നത്. ഇതിൻ്റെയൊക്കെ വിത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് പന്തലൊക്കെ ഇട്ട് കൊടുക്കാൻ സൗകര്യം ഉണ്ടെങ്കിലൊക്കെ നട്ട് പന്തലൊക്കെ ഇട്ടാൽ ഇഷ്ടം പോലെ കായ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മുടെ മണ്ണിനോട് യോജിച്ച് നമുക്ക് കിട്ടിയ കുമ്പളങ്ങയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക്